ഹലോ, മൂവിക്ക് പോകാൻ റെഡി ആയാലോ? ആക്ച്വലി ഐ ആം സൂപ്പർ ലേറ്റ്, പക്ഷേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ പ്രെപ്പൊക്കെ ഓൾറെഡി കഴിഞ്ഞു. മേക്കപ്പിന് മുന്നേ ചെയ്യുന്നതൊക്കെ ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാനിനി മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു കൺസീലറാണ്. ഇത് നാഴ്സിൻ്റെ കൺസീലറാണ്. ഇതാട്ടോ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല കൺസീലറാണ്. അടുത്തത് ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ നാഴ്സിൻ്റെ തന്നെയാണ്. ഇതും അടിപൊളിയാണ്. നാട്ടിലായിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പി ബി ഹാപ്പിക്കൊക്കെ പോയേനെ റിലീസിന്. എന്ത് രസമാണ് റീൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കൊതിയാവുന്നു അതൊക്കെ കാണുമ്പോൾ. നാട്ടിൽ പോയി അങ്ങനെ അടിച്ചു പൊളിക്കാനൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ അതായാലും ഇത് റിലീസായാലുവേ ഒരു രസം ഉണ്ടാവില്ല. ബിക്കോസ് ഇവിടെ നമുക്കങ്ങനെ ഡാൻസ് കളിക്കാനോ ഒച്ച വയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അടുത്തത് ബെനഫിറ്റിൻ്റെ ഒരു ഐബ്രോ പൗഡറാണ്. ഇത് വെച്ചിട്ട് എൻ്റെ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. സോ കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ഐ ഷാഡോ ചെയ്യാം. പക്ഷേ ഞാൻ ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല. ചെറിയൊരു ഷിമറി ഷെയ്ഡ് കൊടുക്കുന്നതേ ഉള്ളൂ, കാരണം സമയമില്ല. അപ്പോൾ ഇത് ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ നിന്ന് ഈ ഒരു ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. ഷുഗറിൻ്റെ ഒരു ഐലൈനറാണ്. ഇത് വെച്ചിട്ട് മേളിൽ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. കണ്ണിൻ്റെ അടിയിൽ ഞാൻ ചെറുതായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ഐ ഷാഡോ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടായി. ഇനി അടുത്തത് എസ്റ്റേ ലോഡയുടെ ഒരു മസ്കാരയാണ്. ഇത് വെച്ചിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം. എൻ്റെ ഫേസ് ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നാഴ്സിൻ്റെ ഒരു ബ്രോൺസർ പൗഡറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പിന്നെ ബ്ലഷ് യൂസ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റെയർ ബ്യൂട്ടിയുടെ ഒരു ബ്ലഷാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഷെയ്ഡ് ഏതായിരുന്നു, ജോയി എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. നോക്കാം. ഇങ്ങനെ ഒരു സ്പഞ്ച് വെച്ചിട്ടിങ്ങനെ ബ്ലെൻഡ് ചെയ്യും. സോ ഫൈനലി ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഒരു മേബിലൈൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്, ഒരു ബ്രൗൺ കളർ ലിപ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ചിട്ട് ആദ്യം ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു ഗ്ലോസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കും. സെറ്റിംഗ് സ്പ്രേയുടെ കാര്യം ഞാൻ ആക്ച്വലി മറന്നുപോയി. അപ്പോൾ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം. സോ ഞാൻ ഫേസ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് വരാം. എനിക്ക് ഹെയർ കേൾ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ടൈമൊന്നും ഇല്ല. എന്നും ഇങ്ങനെയാണ്, അതാണ്. ഓക്കെ, അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ടോപ്പാണ് ഇടുന്നത്. ഇതിൻ്റെ ഒപ്പം ജീൻസ് പെയർ ചെയ്യും, അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി ഇതിൻ്റെ ഒപ്പം കുറച്ച് ആക്സസറീസ് പെയർ ചെയ്യാം. ഈ ഒരു ഹാഫ് റിങ് ഇയറിംഗ് ആണ് ഞാൻ ഇടുന്നത്. ഈ ഒരു വാച്ച് കെട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡ് കഫ്. മുടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഓപ്പണാക്കി തന്നെ ഇടാൻ പോവാണ്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ശരി, ബാക്കി വിശേഷം പിന്നെ കാണാം.